40 കഴിഞ്ഞ ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ജീവിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും ജീവിക്കാം. എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രായമല്ല, നിങ്ങളാണ്. ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾ നിങ്ങളെ കാണുന്നുണ്ടോ? ക്ഷീണിച്ച ഒരു മുഖം, സ്വയം മറന്നുപോയൊരു സ്ത്രീ. പക്ഷേ കുറച്ച് സെൽഫ് കെയർ, കുറച്ച് ഗ്രൂമിങ്, കുറച്ച് ശ്രദ്ധ, ഇതൊക്കെ വന്നാൽ രണ്ടാമത്തെ ചിത്രത്തിലെ സ്ത്രീയെ പോലെ കംപ്ലീറ്റ്ലി മാറാൻ കഴിയും. ഒരു സ്ത്രീ വീണ്ടും അവളെ കെയർ ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം മുതൽ അവളുടെ ബ്യൂട്ടിയും കോൺഫിഡൻസും സ്ലോവലി തിരിച്ചു വരാൻ തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് 40-ന് ശേഷം ഒരു സ്ത്രീയെ മൊത്തത്തിൽ മാറ്റാൻ സഹായിക്കുന്ന 10 പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളെ കൂടുതൽ ബ്യൂട്ടിഫുള്ളായും കോൺഫിഡൻ്റായും എലഗൻ്റായും ഫീൽ ചെയ്യിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഗ്രൂംഡ് ഐബ്രോസ് ആണ്. ഒരു സ്ത്രീയുടെ മുഖത്തിന് ഏറ്റവും കൂടുതൽ ഡെഫിനിഷൻ കൊടുക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് പുരികമാണ്. പലർക്കും തോന്നും മേക്കപ്പ് ചെയ്താൽ മാത്രം മുഖം മാറുമെന്ന്. പക്ഷേ സത്യത്തിലൊരു മുഖത്തെ നീറ്റായും പോളിഷ്ഡായും അട്രാക്റ്റീവായും കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോപ്പർലി ഷേപ്ഡ് ഐബ്രോസ് ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. പുരികം ഷേപ്പ് ചെയ്യാത്ത ഒരു മുഖവും നല്ല രീതിയിൽ ഗ്രൂം ചെയ്ത ഒരു മുഖവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും. ഷേപ്പ് ചെയ്യാത്ത പുരികം മുഖത്തെ ടയേർഡായും കെയർലെസ് ആയിട്ടും കാണിക്കും. ചിലപ്പോൾ കണ്ണുകൾക്ക് പോലും ഷാർപ്നെസ് ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ ഐബ്രോസ് ക്ലീൻ ചെയ്ത് നമ്മുടെ മുഖത്തിന് അനുസരിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഷേപ്പ് ചെയ്താൽ കണ്ണുകൾ കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് തോന്നുകയും ചെയ്യും. മുഖത്തിന് ഒരു ലിഫ്റ്റ് കിട്ടും. മുഖം പെട്ടെന്ന് തന്നെ മാറിയതുപോലെ തോന്നും. പ്രത്യേകിച്ച് 40-ന് ശേഷം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രായം കൂടുമ്പോൾ ഫേസിൻ്റെ ഒരു ഫേംനെസ് കുറയാൻ തുടങ്ങും. അപ്പോൾ ഐബ്രോസ് പ്രോപ്പർലി ഗ്രൂം ചെയ്താൽ മുഖത്തിന് വീണ്ടും ഒരു സ്ട്രക്ചർ കിട്ടും. ചില സ്ത്രീകൾക്ക് ഇതൊക്കെ ചെയ്യാൻ വലിയ മടി ഉണ്ടാകും. ഇതെന്തിനാണ് എന്ന് കരുതും. പക്ഷേ ഇതൊരു ചെറിയ മാറ്റമല്ല. ചിലപ്പോൾ ഒന്ന് ഐബ്രോസ് ഷേപ്പ് ചെയ്താൽ മാത്രം നിങ്ങളുടെ അടുത്ത് ആളുകൾ ചോദിക്കും, മുഖത്തിന് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ, കൂടുതൽ ഭംഗിയായിട്ടുണ്ടല്ലോ എന്ന്. അതിനാൽ 40-ന് ശേഷമുള്ള മേക്ക് ഓവർ തുടങ്ങേണ്ട ആദ്യത്തെ സ്ഥലമെന്ന് പറയുന്നത് ഐബ്രോസ് തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് റെഡ്യൂസിങ് ഫേസ് ഫാറ്റ് ആണ്. പല സ്ത്രീകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണിത്. മുഖത്ത് കൂടുതൽ ഫാറ്റ് അടിഞ്ഞു കൂടുമ്പോൾ മുഖം ഹെവി ആയിട്ട് തോന്നും. ജോ ലൈൻ കാണാതെ പോകും. ചീക്സ് താഴ്ന്നത് പോലെ തോന്നും. അങ്ങനെ ഓവറോൾ ഫേസിന് ഒരു ടയേർഡായിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് വരും. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് പ്രായത്തേക്കാൾ കൂടുതൽ വയസ്സ് തോന്നുന്നത്. പക്ഷേ മുഖത്തൊരു ചെറിയ ഡെഫിനേഷൻ വരുമ്പോൾ, ജോ ലൈൻ കുറച്ചെങ്കിലും വിസിബിൾ ആവുമ്പോൾ, ചീക്സ് ഓവർലി പഫി അല്ലാത്തപ്പോൾ മുഖം ഓട്ടോമാറ്റിക്കലി കൂടുതൽ അട്രാക്റ്റീവായിട്ടും യൂത്ത്ഫുള്ളായിട്ടും തോന്നിക്കുന്നതാണ്. അത് മേക്കപ്പ് കൊണ്ടല്ല, ഫേസ് സ്ട്രക്ചർ കൂടുതൽ ക്ലിയറായി കാണുന്നത് കൊണ്ടാണ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മുഖത്തെ ഫാറ്റ് മാത്രം വേർതിരിച്ച് കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല. ഫുൾ ബോഡി വെയിറ്റ് കുറയുമ്പോഴാണ് സ്ലോലി മുഖത്തെയും പഫ്നെസ്സും ഫാറ്റും കുറയാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ക്രാഷ് ഡയറ്റ് ഒന്നും വേണ്ട. അങ്ങനെ ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാവില്ല കുറയുക. നിങ്ങളുടെ മുഖം വല്ലാതെ ടയേർഡാകും, സാഗ് ചെയ്യും. പകരം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ശരീരത്തിന് മൂവ്മെൻറ്റ്സ് കൊടുക്കുക. വാക്കിംഗ്, ഹെൽത്തി ഈറ്റിംഗ്, ഷുഗർ കുറയ്ക്കൽ, ഇതൊക്കെ ഗ്രാജ്വലി മുഖത്തും ചേഞ്ചസ് കൊണ്ടുവരും. പിന്നെ ഫേസ് മസാജ് ചെയ്യുക. ഡെയിലി കുറച്ച് സമയം മുഖത്ത് മസാജ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും സ്വെല്ലിങ്ങും വാട്ടർ റിറ്റൻഷൻ കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. മുഖം കൂടുതൽ ഫ്രഷായി തോന്നുകയും ചെയ്യും. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖം പഫി ആയിട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഐസ് മസാജ് അല്ലെങ്കിൽ ജെന്റിലായിട്ടുള്ള ഫേസ് മസാജ് വലിയ ഡിഫറൻസ് നൽകുന്നതായിരിക്കും. ചിലപ്പോൾ വലിയ മേക്ക് ഓവർ ഒന്നും ചെയ്യാതെ ഫേസ് പഫിനെസ് മാത്രം കുറച്ചാലും ആളുകൾ പറയും മുഖം സ്ലിം ആയല്ലോ, ഗ്ലോ ആയല്ലോ എന്ന്. അതുകൊണ്ട് 40-ന് ശേഷം മേക്ക് ഓവർ ചെയ്യുമ്പോൾ മേക്കപ്പ് മാത്രം നോക്കരുത്, മുഖത്തിൻ്റെ സ്ട്രക്ചർ ക്ലിയർ ആക്കുന്നതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ലാഷസ് ഗ്രോത്ത് റുട്ടീനാണ്. പല സ്ത്രീകളും സ്കിൻ കെയർ, ഹെയർ കെയർ എല്ലാം ശ്രദ്ധിക്കും. പക്ഷേ ഐലാഷസിൻ്റെ കാര്യത്തെക്കുറിച്ച് അധികം ആരും ചിന്തിക്കാറില്ല. സത്യത്തിൽ ഒരു സ്ത്രീയുടെ കണ്ണുകളെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നതിൽ വലിയ റോള് കൺപീലികൾക്കുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ലോങ് ഹെൽത്തി ആയിട്ടുള്ള ലാഷസ് ഉള്ള കണ്ണുകൾ കൂടുതൽ എക്സ്പ്രസീവായിട്ട് തോന്നും. കണ്ണുകൾക്ക് ഡെപ്ത് കിട്ടും. മുഖം കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നും. പ്രത്യേകിച്ച് 40-ന് ശേഷം ലാഷസ് തിന്നറാകാനും കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലാഷസ് കെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ മസ്കാര ഉപയോഗിക്കുമ്പോൾ
വാട്ടർ പ്രൂഫ് മസ്കാര ഡെയിലി യൂസ് ചെയ്യാതിരിക്കുക. കാരണം അത് റിമൂവ് ചെയ്യാൻ കൂടുതൽ റബ്ബിംഗ് ആവശ്യമാണ്. ആ റബ്ബിംഗ് കാരണം ഐലാഷസ് വീക്ക് ആവുകയും സ്ലോലി കൊഴിഞ്ഞു പോവുകയും ചെയ്യാം. അതിന് പകരം നോർമൽ മസ്കാര ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലാഷസ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ചെറിയ ഒരു എമൗണ്ട് കാസ്റ്റർ ഓയിൽ കൺപീലികളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ കൂടുതലായിട്ടൊന്നും വേണ്ട, വളരെ കുറച്ച് മതിയാവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺപീലികൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വളർന്നു വരാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണുകൾ ഇടയ്ക്കിടെ ശക്തമായിട്ട് റബ്ബ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. കാരണം അത് ലാഷസ് കൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉറക്കം കിട്ടാതായാൽ കണ്ണുകൾ ടയേർഡായിട്ട് തോന്നും, ലാഷസ് ഏരിയ എപ്പോഴും ഡള്ളാകും. അതിനാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസ് എന്നത് മസ്കാര മാത്രമല്ല, നല്ല ഉറക്കം, നല്ല കെയർ, ഇതൊക്കെ ചേർന്നതാണ്. ഒരു സ്ത്രീയുടെ കണ്ണുകൾ മനോഹരമായാൽ മുഴുവൻ മുഖവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നതായിരിക്കും. അതുകൊണ്ട് ലാഷസ് കെയർ ചെറിയൊരു കാര്യമല്ല, മേക്ക് ഓവറിൻ്റെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് സ്കിൻ ക്ലിയറിംഗ് ഡ്രിങ്ക് ആണ്. പല സ്ത്രീകളും സ്കിൻ കെയർ മാത്രം ചെയ്യും, ക്രീംസ്, സിറംസ്, ഫേഷ്യൽസ് എല്ലാം യൂസ് ചെയ്യും. പക്ഷേ സ്കിൻ ഡള്ളാകാനും പിഗ്മെൻറ്റേഷൻ വരാനും ഒരു പ്രധാന കാരണം ഉള്ളിൽ നിന്നുള്ള ന്യൂട്രീഷൻ്റെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബ്യൂട്ടിഫുൾ സ്കിൻ എന്ന് പറയുന്നത് സ്കിൻ കെയർ പ്രോഡക്ട്സ് മാത്രമല്ല, ഇൻസൈഡ് റിപ്പയർ കൂടിയാണ്. നിങ്ങളുടെ സ്കിൻ വളരെ പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ടോ, മുഖം വളരെയധികം ഡള്ളായിട്ടുണ്ടോ, ഒരു ഫ്രഷ്നെസ് ഇല്ലാത്തതുപോലെ തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ബോഡിക്ക് ഉള്ളിൽ നിന്നുള്ള സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മുടെ നെല്ലിക്കയും ബീട്രൂട്ടും ക്യാരറ്റും ചേർന്ന് ഒരു ഡ്രിങ്ക്. ഇത് വെറുമൊരു ജ്യൂസ് അല്ല, ഇതൊരു സ്കിൻ റിപ്പയർ റുട്ടീനാണ്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 നെല്ലിക്ക വേണം, ഒരു ബീട്രൂട്ട്, 2 ക്യാരറ്റ്. ഇവ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ജ്യൂസാക്കി എല്ലാ ദിവസവും കുടിക്കാവുന്നതാണ്. കൺസിസ്റ്റൻസിയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നെല്ലിക്കയിൽ വൈറ്റമിൻ സി വളരെ കൂടുതലാണ്, നമുക്കറിയാം. അത് സ്കിൻ റിപ്പയർ ചെയ്യാനും ബ്രൈറ്റ്നസ് കൂട്ടാനും കൊളാജൻ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നതാണ്. പിന്നെ ബീട്രൂട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് മുഖത്തിന് ഒരു ഹെൽത്തി ഗ്ലോ വരാൻ ഇത് സഹായിക്കുന്നതാണ്. ക്യാരറ്റിലുള്ള ബീറ്റ കാരോട്ടിൻ സ്കിന്നിനെ ഹെൽത്തി ആക്കാനും ഡൾനെസ് കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. പല സ്ത്രീകളും പുറത്ത് മാത്രം ഗ്ലോ അന്വേഷിക്കും, പക്ഷേ റിയൽ ഗ്ലോ പലപ്പോഴും ഉള്ളിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ബോഡി ഹെൽത്തി ആകുമ്പോൾ അത് സ്ലോലി മുഖത്തും റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ മറ്റൊരു കാര്യം, ഇതൊന്നും ഒരു ഓവർനൈറ്റ് മാജിക് അല്ല, പക്ഷേ ദിവസവും ചെയ്യുമ്പോൾ സ്ലോലി സ്കിൻ ടെക്സ്ചർ, ഫ്രഷ്നെസ്, ബ്രൈറ്റ്നസ് ഇതിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് 40-ന് ശേഷം സ്കിൻ റിപ്പയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ഏജിൽ സ്കിൻ റിക്കവറി സ്ലോ ആകാൻ തുടങ്ങും. അപ്പോൾ ബോഡിക്ക് ന്യൂട്രിയൻസ് കൊടുക്കുന്നത് മേക്ക് ഓവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഹെൽത്തി ഗ്ലോയിങ് സ്കിൻ മേക്കപ്പ് കൊണ്ട് മാത്രം വരുന്നതല്ല, ചിലപ്പോൾ ഒരു നല്ല റുട്ടീനാണ് ഒരു സ്ത്രീയുടെ മുഖം മുഴുവൻ മാറ്റി കാണിക്കുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ലിപ് കെയർ റുട്ടീനാണ്. പല സ്ത്രീകളും സ്കിൻ കെയർ വളരെ ശ്രദ്ധിക്കും, പക്ഷേ ലിപ് കെയർ ചെയ്യാൻ മറക്കും. സത്യത്തിൽ ഒരു സ്ത്രീയുടെ മുഖത്തെ ഫ്രഷായും നീറ്റായും കാണിക്കുന്നത് ലിപ്സിന് വലിയൊരു റോളുണ്ട്. ചുണ്ടുകൾ വളരെ ഡ്രൈ ആയിരിക്കുക, വിണ്ട് കീറിയിരിക്കുക, ഡാർക്കായിട്ടും ഡള്ളായിട്ടും കാണുക, ഇതൊക്കെ മുഖത്തിൻ്റെ ഓവറോൾ ബ്യൂട്ടി കുറയ്ക്കുന്നതാണ്. മുഖം എത്ര ബ്യൂട്ടിഫുൾ ആയാലും ലിപ്സ് അൺഹെൽത്തി ആണെങ്കിൽ മുഖം ടയേർഡായിട്ട് തോന്നും. അതുകൊണ്ട് ലിപ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി ചെയ്യേണ്ടത് സ്ക്രബിംഗ് ആണ്. ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാതെ ലിപ്സ്റ്റിക്ക് മാത്രം ഇടുമ്പോൾ ലിപ്സ് കൂടുതൽ റഫായിട്ട് തോന്നും. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്യുന്നത് ലിപ്സ് കൂടുതൽ സ്മൂത്തായിട്ട് കാണാൻ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ലിപ് ബാം. പല സ്ത്രീകളുടെയും ലിപ്സ് വളരെയധികം ഡ്രൈ ആയിരിക്കും, കാരണം ഹൈഡ്രേഷൻ കുറവ്. അതുകൊണ്ട് മോയ്സ്ചറൈസിങ് ലിപ് ബാം ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ സ്കിൻ ടോണിന് സ്യൂട്ട് ആവുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. വളരെ ഡൾ ഷെയ്ഡ്സ് ചിലപ്പോൾ മുഖത്തെ കൂടുതൽ ടയേർഡ് ആക്കുന്നതായിരിക്കും. പക്ഷേ സോഫ്റ്റ് പിങ്ക്, റോസ്, പീച്ച് പോലുള്ള ഷെയ്ഡ്സ് മുഖത്തിന് ഒരു ഫ്രഷ്നെസ് നൽകുന്നതായിരിക്കും. പ്രത്യേകിച്ച് 40-കൾക്ക് ശേഷം നിങ്ങൾ ഒരു മാറ്റ് ലിപ്സ്റ്റിക്ക് ഡെയിലി ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് ലിപ്സ് കൂടുതൽ ഡ്രൈ ആക്കും. ക്രീമി ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ലിപ്സ്റ്റിക്കുകൾ കൂടുതൽ നിങ്ങൾക്കൊരു
യൂത്ത്ഫുൾനെസ് നൽകുന്നതായിരിക്കും. അപ്പോൾ ഹെൽത്തി സോഫ്റ്റ് ലിപ്സ് ഉള്ളപ്പോൾ മുഴുവൻ മുഖവും കൂടുതൽ ക്ലീൻ ആയിട്ടും അട്രാക്റ്റീവായിട്ടും തോന്നുന്നതാണ്. ചിലപ്പോൾ ഒരു നല്ല ലിപ് കെയർ റുട്ടീൻ മാത്രം ചെയ്താൽ മതിയാവും ഒരു സ്ത്രീയുടെ ഫേസിന് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാനായിട്ട്. ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ഒരു സ്ത്രീയുടെ ഓവറോൾ ലുക്കിനെ ഏറ്റവും കൂടുതൽ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളിലൊന്നാണ് അവരുടെ ഹെയർ. പക്ഷേ പല സ്ത്രീകളും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? മുഖം കെയർ ചെയ്യും, നല്ല ഡ്രസ്സ് ധരിക്കും, പക്ഷേ മുടി ഡ്രൈ ആയിട്ടും ഫ്രിസി ആയിട്ടും കെയർലെസ് ആയിട്ടും കൊണ്ടു നടക്കും. അത് മുഴുവൻ ലുക്കിനെയും ബാധിക്കുന്നതാണ്. സത്യത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ എന്നത് നീളം മാത്രമല്ല, ക്ലീൻ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഹെയർ ആണ്. മുടി വളരെ ഡ്രൈ ആയി കിടക്കുക, സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകുക, എപ്പോഴും മെസ്സി ആയി കാണുക, ഇതൊക്കെ സ്ത്രീയെ ടയേർഡായിട്ടും ഏജ്ഡ് ആയിട്ടും കാണിക്കുന്നതാണ്. പക്ഷേ നീറ്റായിട്ട് സെറ്റ് ചെയ്ത ഹെയർ ഉള്ളപ്പോൾ ഒരു സ്ത്രീ ഓട്ടോമാറ്റിക്കലി മോർ പോളിഷ്ഡ് ആയിട്ടും എലഗൻ്റ് ആയിട്ടും ഇരിക്കുന്നതാവും. അതുകൊണ്ട് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഹെയർ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓയിലി സ്കാൽപ്പ്, ഡേർട്ടി ഹെയർ ഇവ മുഖത്തിന്റെ ഫ്രഷ്നെസ് പോലും കുറയ്ക്കുന്നതാണ്. പിന്നെ റെഗുലറായിട്ട് ട്രിമ്മിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ചില സ്ത്രീകൾക്ക് മുടി നീളം കുറയുമെന്ന് കരുതി കട്ട് ചെയ്യാൻ വളരെയധികം മടിയുണ്ടാവും. പക്ഷേ ഡാമേജ്ഡ് എൻഡ്സ് റിമൂവ് ചെയ്യാതെ വെച്ചാൽ ഹെയർ കൂടുതൽ അൺഹെൽത്തി ആയിട്ട് തോന്നുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, എല്ലാവർക്കും സെയിം ഹെയർ കട്ട് ചേരുകയില്ല. നിങ്ങളുടെ ഫേസ് ഷേപ്പിന് മാച്ച് ചെയ്യുന്ന ഹെയർ കട്ട് തിരഞ്ഞെടുക്കണം. ചിലർക്ക് സോഫ്റ്റ് ലെയേഴ്സ് ഭംഗിയുണ്ടാവും, ചിലർക്ക് ഷോൾഡർ കട്ടായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഒരു ഫേസ് ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ഹെയർ കട്ട് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശരിയായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈല് ഒരു സ്ത്രീയുടെ ഫേസിനെ തന്നെ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നതാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പല്ലുകളുടെ ശുചിത്വമാണ്. പല സ്ത്രീകളും സ്കിൻ കെയർ ചെയ്യും, ഹെയർ കെയർ ചെയ്യും, നല്ല ഡ്രസ്സ് ധരിക്കും, പക്ഷേ സ്മൈലിൻ്റെ ബ്യൂട്ടി ശ്രദ്ധിക്കാറില്ല. ഒരു സ്ത്രീയുടെ മുഖത്തെ വളരെ അട്രാക്റ്റീവായിട്ട് കാണിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് അവളുടെ ചിരി, അവളുടെ പല്ലുകൾ എന്ന് പറയുന്നത്. പക്ഷേ പല്ലുകൾ മഞ്ഞ നിറമായിരിക്കുക, സ്റ്റെയിൻസ് ഉണ്ടാകുക, ഇതൊക്കെ മുഖത്തിൻ്റെ ഫ്രഷ്നെസ് കുറയ്ക്കുന്നതാണ്. മുഖം എത്ര ബ്യൂട്ടിഫുൾ ആയാലും സ്മൈൽ നീറ്റല്ല എന്നുണ്ടെങ്കിൽ മുഖം ഡള്ളായിട്ട് തോന്നും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ക്ലീനായ പല്ലുകളും നല്ലൊരു സ്മൈലുമുള്ള സ്ത്രീകൾക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ടായിരിക്കും. അവരെ കാണുമ്പോൾ തന്നെ വെൽ ഗ്രൂംഡ് ആയിട്ട് തോന്നും. അതുകൊണ്ട് ടീത്ത് കെയർ മേക്ക് ഓവറിൻ്റെ ഒരു വലിയ ഭാഗമാണ്. രാവിലെയും രാത്രിയും പ്രോപ്പറായിട്ട് നിങ്ങൾ ബ്രഷ് ചെയ്യുക. ചായ, കാപ്പി ഇതിൻ്റെയൊക്കെ സ്റ്റെയിൻസ് കൂടുതലായിട്ട് അടിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് 40-ന് ശേഷം സെൽഫ് കെയർ എന്നത് ഫേസ് മാത്രമല്ല സ്മൈല് പോലും കെയർ ചെയ്യേണ്ടതാണ്. ഒരു ക്ലീൻ സ്മൈലുള്ള ഒരു സ്ത്രീയുടെ മുഖം മുഴുവൻ ബ്രൈറ്റൻ ആക്കി കാണിക്കും. ചിലപ്പോൾ മേക്കപ്പിനേക്കാൾ കൂടുതൽ ബ്യൂട്ടി നൽകുന്നത് ഒരു നീറ്റ് സ്മൈലാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ധരിക്കുന്ന ഡ്രസ് കളറാണ്. പല സ്ത്രീകളും ഒരു പ്രായം കഴിഞ്ഞാൽ വളരെ ഡള്ളായ കളേഴ്സ് മാത്രം ധരിക്കാൻ തുടങ്ങും. വളരെ ഫെയ്ഡഡ് ആയതും ജീവനില്ലാത്തതുപോലെ തോന്നുന്ന ഷെയ്ഡ്സ്, ഇവ ചിലപ്പോൾ മുഖത്തെ കൂടുതൽ ടയേർഡായും ഡള്ളായിട്ടും കാണിക്കും. പ്രത്യേകിച്ച് ഫേസ് ഗ്ലോ കുറയാൻ തുടങ്ങുമ്പോൾ ഡ്രസ് കളേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ധരിക്കുന്ന നിറങ്ങൾ പോലും മുഖത്തിൻ്റെ ബ്രൈറ്റ്നസ്സിനെ ബാധിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ശരിയായ നിറമുള്ള ഡ്രസ്സ് ധരിക്കുമ്പോൾ മുഖം കൂടുതൽ ഫ്രഷായി തോന്നും. കണ്ണുകൾക്ക് പോലും ഒരു ബ്രൈറ്റ്നസ് വരും. മുഴുവൻ ലുക്കിനും ഒരു ജീവനുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ഡൾ കളേഴ്സ് മാത്രം തിരഞ്ഞെടുക്കാതെ കുറച്ച് ബ്രൈറ്റ് ആൻഡ് എലഗൻ്റ് ആയ കളേഴ്സ് കൂടി ട്രൈ ചെയ്യണം. ബ്രൈറ്റ് എന്നത് ഫ്ലാഷി അല്ല, മുഖത്തെ കൂടുതൽ ജീവനുള്ളതായിട്ടും ഗ്രേസ്ഫുൾ ആയിട്ടും കാണിക്കുന്ന കളേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് സോഫ്റ്റ് പിങ്ക്, വൈൻ, എമറാൾഡ് ഗ്രീൻ, റോയൽ ബ്ലൂ, ലാവൻഡർ, പീച്ച് പോലുള്ള ഷെയ്ഡ്സ് പല സ്ത്രീകൾക്കും വളരെ ബ്യൂട്ടിഫുള്ളായി തോന്നുന്നതാണ്. പല സ്ത്രീകളും കരുതും ഈ ഒരു പ്രായത്തിൽ ഇനി ബ്രൈറ്റ് കളേഴ്സ് വേണ്ട എന്ന്. പക്ഷേ സത്യത്തിൽ ശരിയായ കളർ ഒരു സ്ത്രീയെ കൂടുതൽ കോൺഫിഡൻ്റ് ആയും എലഗൻ്റായും കാണിക്കുന്നതാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഓവർ മേക്കപ്പ് ഒഴിവാക്കുക എന്നതാണ്. പല സ്ത്രീകൾക്കും തോന്നും കൂടുതൽ മേക്കപ്പ് ചെയ്താൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയി തോന്നുമെന്ന്. പക്ഷേ പ്രത്യേകിച്ച് 40-ന് ശേഷം വളരെ ഹെവി മേക്കപ്പ് പലപ്പോഴും ഫേസിനെ കൂടുതൽ ഏജ്ഡ് ആയി കാണിക്കുന്നതാണ്. തിക്ക് ഫൗണ്ടേഷൻ, വളരെ കൂടുതലായിട്ടുള്ള കൺസീലർ, ഹെവി ലെയേഴ്സ് ഇതൊക്കെ സ്കിന്നിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി മറയ്ക്കുന്നതാണ്. അതുപോലെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മേക്കപ്പ് അതിനുള്ളിൽ സെറ്റിലായി ലൈൻസ് കൂടുതൽ എടുത്തു കാണിക്കും. അതുകൊണ്ട് മിനിമൽ മേക്കപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നന്നായിരിക്കുക. മുഖം മുഴുവൻ കവർ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ സ്കിൻ ഫ്രഷ് ആയിട്ട് നീറ്റായിട്ട് കാണിക്കുന്ന മേക്കപ്പാണ് എപ്പോഴും നല്ലത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പലരും ഇപ്പോൾ ഒരു ഡ്യൂവി മേക്കപ്പാണ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതാണല്ലോ ട്രെൻഡ്. പക്ഷേ എല്ലാ സ്കിന്നിനും എല്ലാ ഏജിനും അത് സ്യൂട്ട് ആകണമെന്നില്ല.
പ്രത്യേകിച്ച് ഒരു 40+ ആളുകൾക്ക് ഫേസിൽ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കൂടുതലാണെങ്കിൽ വളരെ ഷൈനി ആയിട്ടുള്ള ഡ്യൂവി മേക്കപ്പ് ചിലപ്പോൾ അതെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് വളരെ ഓയിലി അല്ലാത്ത സോഫ്റ്റ് മാറ്റി ഫിനിഷ് മേക്കപ്പ് പല സ്ത്രീകൾക്കും കൂടുതൽ എലഗൻ്റ് ആയിട്ട് തോന്നിപ്പിക്കുന്നതാണ്. മാറ്റ് എന്നത് ഡ്രൈ ആക്കി ഫേസ് ലൈഫ്ലെസ് ആക്കുക എന്നതല്ല, നാച്ചുറലായിട്ട് നീറ്റായിട്ടുള്ള പോളിഷ്ഡ് ആയിട്ട് കാണിക്കുന്ന ഫിനിഷ് എന്നാണ്. പിന്നെ ഒരു കാര്യം കൂടി, മേക്കപ്പിൻ്റെ ലക്ഷ്യം മുഖം കംപ്ലീറ്റ്ലി മാറ്റുക എന്നുള്ളതല്ല, നിങ്ങളുടെ നാച്ചുറൽ ബ്യൂട്ടി കൂടുതൽ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പെർഫ്യൂം ആൻഡ് ബോഡി സ്മെല്ലാണ്. ഒരു സ്ത്രീയുടെ ബ്യൂട്ടി എന്നത് മുഖം മാത്രമല്ല, അവളുടെ ശുചിത്വം, അവളുടെ ഒരു ഫ്രഷ്നെസ്, ഗ്രൂമിങ്, ഇതൊക്കെയും ബ്യൂട്ടിയുടെ ഭാഗമാണ്. പലപ്പോഴും നമ്മൾ ഒരാളെ കാണുമ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് അവരുടെ ഒരു ഫ്രഷ്നെസ് ആണ്. ക്ലീൻ ആൻഡ് ഫ്രഷ് സ്മെല്ലുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കലി നീറ്റായും എലഗൻ്റായും തോന്നും. അതുകൊണ്ട് ബോഡി സ്മെൽ ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഉപയോഗിക്കണം എന്നൊന്നുമില്ല, പക്ഷേ ക്ലീൻ സ്മെല്ലുണ്ടാകണം, ഡെയിലി കുളിക്കണം, വളരെ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, വിയർപ്പ് ഒഴിവാക്കണം. ലൈറ്റ് പെർഫ്യൂം അല്ലെങ്കിൽ ബോഡി മിസ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ വലിയ ഡിഫറൻസ് നൽകുന്നതാണ്. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് സ്മെല്ലാണ് കൂടുതൽ ക്ലാസി ആയിട്ട് തോന്നുക. പ്രത്യേകിച്ച് 40-ന് ശേഷം ഗ്രൂമിങ് എന്നത് മേക്കപ്പ് മാത്രമല്ല, നിങ്ങളുടെ ഒരു പ്രസൻസ് പോലും ഫ്രഷായി ഫീൽ ചെയ്യണം. ഒരു സ്ത്രീ ക്ലീൻ ആയിട്ടും ഫ്രഷ് ആയിട്ടും തോന്നുമ്പോൾ അവളെ കാണുന്ന ആളുകൾക്ക് പോലും ഒരു പോസിറ്റീവ് ഫീല് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ലോലി ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന നിങ്ങളിൽ നിന്ന് വളരെ മനോഹരമായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. പല സ്ത്രീകളും കരുതും ഇനി ഈ പ്രായത്തിൽ എന്ത് മാറ്റമെന്ന്. എന്നാൽ ഒരു സ്ത്രീ അവളെ തന്നെ കെയർ ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം മുതൽ അവൾ മാറാൻ തുടങ്ങും. ചെറിയ ചെറിയ മാറ്റങ്ങൾ, ക്ലീൻ ആയിട്ടുള്ള ഹെയർ, നീറ്റ് ഐബ്രോസ്, ഹെൽത്തി സ്കിന്ന്, നല്ലൊരു സ്മൈല്, കോൺഫിഡൻസ്, ഇതൊക്കെ വന്നു ചേർന്നാണ് ഒരു സ്ത്രീ വീണ്ടും ജീവനുള്ളതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നതിനിടെ നിങ്ങളെയും മറക്കരുത്. കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടണം. കാരണം ഈ ലോകത്ത് നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് നമ്മളെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമെന്നും അത് നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.